പാരൻസ്, ഫാമിലി ഇത് ഉൾക്കൊണ്ട് ഒരു തിരിച്ചു വിളിക്കൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവൊന്നുമില്ല. ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹങ്ങൾ ആഗ്രഹിക്കാലോ, ഓക്കെ, പക്ഷെ അത് നടക്കൂല ഒരിക്കലും. അത് നടക്കോ ഞങ്ങൾക്കറിയാം. ഇല്ലെന്നല്ല, അത് ആഗ്രഹമുണ്ട്. ഉണ്ട് ഉണ്ട്, ഉണ്ട്. ഉണ്ട്. അതെ. അങ്ങനെ തിരിച്ചു വിളിച്ചാൽ തിരികെ പോവും. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. കാരണം ഞങ്ങൾ ഒരു വട്ടം ഞങ്ങളെ പാരൻസിനെ പറഞ്ഞാണെങ്കിലും മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ എന്താണ്, ഞങ്ങളെ പറ്റിയാണെങ്കിലും മീഡിയക്കൊക്കെ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ പറഞ്ഞെങ്ങാനും മനസ്സിലാക്കിയിട്ട് ഓക്കെ ഫൈൻ, ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാം എന്നുള്ളൊരു ഇതിൽ ട്രൈ ചെയ്തതാണ്. പക്ഷേ അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ബിട്രയലാണ്. അപ്പം ഞങ്ങളെ തട്ടിക്കൊണ്ടുപോവുക, വേർപിരിക്കാൻ നോക്കുക. സോ ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഈ പുരുഷനോട് ഇഷ്ടം തോന്നാതിരിക്കുന്നതിൽ നിങ്ങൾക്ക് അല്ലാതെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഒരു കാരണമില്ല. അതായത് ഇഷ്ടം എന്നുള്ള തോന്നാതിരിക്കാൻ, അതല്ലാതെ അപ്പുറത്തേക്ക് വെറുപ്പുളവാക്കുന്ന എന്തെങ്കിലും സന്ദർഭങ്ങൾ ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷൻ അല്ല, ഞങ്ങൾ ട്രോമറ്റൈസ്ഡ് ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ ആണുങ്ങളോട് ഒരു വെറുപ്പുള്ളത് കൊണ്ടല്ല, അതുകൊണ്ടൊന്നുമല്ല ഞങ്ങൾ എന്താവാത്തത് ഒരു മെയിൽ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുക. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു സിസ് ജെൻഡർ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരാളോട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ആണുങ്ങളോട് എന്തെങ്കിലും വെറുപ്പുള്ളത് കൊണ്ടാണോ നിങ്ങൾ ആണുങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആവാത്ത അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാവാത്ത എന്ന് ചോദിച്ചാൽ ദർ ഇസ് നോ ആൻസർ, ടു ബി ഫ്രാങ്ക്, അല്ലേ? ഇപ്പോൾ ഒരു ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളോട് നമ്മൾ തിരിച്ച് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ദേ വിൽ ഓൾസോ നോട്ട് ഹാവ് എനി ആൻസർ.